പ്രിയപ്പെട്ടവരെ, വർഷത്തിൽ 2 തവണയാണ് നമ്മളെല്ലാം പ്രിയങ്കരനായ പവന സാറിനെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ ഈ അക്കാദമി ശ്രദ്ധിക്കുന്നതും ശ്രവിക്കുന്നതും. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ചരമവാർഷികമായ ജൂൺ 22-ന് എല്ലാ വർഷവും നമ്മൾ മുടങ്ങാതെ നടത്തി വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 100-ാം ജന്മവാർഷികമാണ് ഇന്നിപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇവിടെ നടത്തുന്നത്. ചിലർ ചോദിച്ചേക്കാം, യുക്തിവാദികൾക്കെന്ത് ജന്മദിനവും ജന്മവാർഷികവുമെന്ന്. പക്ഷേ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും മഹാന്മാരായി മാറുമ്പോൾ ഓർത്തു പോകേണ്ടത് ഒരു സമൂഹത്തെ സംബന്ധിച്ചോളം ഒഴിവാക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് കേരള യുക്തിവാദി സംഘവും അതിൻ്റെ സുഹൃത്തുക്കളും പവനൻ്റെ കുടുംബവും ഈ സാഹിത്യ അക്കാദമിയിലെ ഭാരവാഹികളും പ്രവർത്തകരും എല്ലാവരും കൂടി നമ്മുടെ ആദരണീയനായ പവന സാറിൻ്റെ ജന്മവാർഷികം 100-ാം ജന്മവാർഷികം ഇവിടെ ആഘോഷിക്കുന്നത്. വലിയ ആർഭാടങ്ങളൊന്നുമില്ല, നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടില്ല. പവന സാറിനെ ഓർത്തു പോകുക, പവന സാർ ചെയ്തു വെച്ച കാര്യങ്ങൾ അയവിറക്കി അദ്ദേഹത്തെ ഓർത്തു പോകുക എന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഏറ്റവും പ്രധാനമായി അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലത്തിൽ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുവാനും അതിൻ്റെ ഭാഗമാകുവാനും സാധിച്ച ഒരു കൂട്ടം പവന സാറിൻ്റെ സുഹൃത്തുക്കളുടെയും കുടുംബങ്ങളുടെയും ഒത്തുചേരലാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും പവനൻ എന്ന മഹാവ്യക്തിയുടെ ദിനചര്യകളിൽ അല്ലെങ്കിൽ ജീവിതചര്യകളിൽ ഉണ്ടായിരുന്ന വ്യത്യസ്തങ്ങളായ സംഭവങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അയവിറക്കിക്കൊണ്ടായിരിക്കും സംസാരിക്കുക. ആ രീതിയിലുള്ള ഒരു പരിപാടിയാണ് നമ്മളിവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നിരവധി പേരോട് സംസാരിക്കാനുണ്ട്. എല്ലാവർക്കും പവനെ സംബന്ധിക്കുന്ന ഓരോ വിഷയങ്ങളിലാണ് സംസാരിക്കുക എന്ന് ആദ്യമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. സമയപരിമിതി മൂലം കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. പവന സാറിൻ്റെ കർമ്മമണ്ഡലം ആരംഭിക്കുന്ന തലശ്ശേരിയിലാണെങ്കിലും അത് സമാപിക്കുന്നത് തൃശ്ശൂരിലാണ്. സാംസ്കാരിക നഗരിക അല്ലെങ്കിൽ സാംസ്കാരിക തലസ്ഥാനത്തെ സംബന്ധിച്ചോളം പവൻ്റെ സാന്നിധ്യം പവനെ അറിയുന്നവർക്കും അറിഞ്ഞവർക്കും ഒരുപാട് വിലപ്പെട്ടതായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പവനൻ കൈവയ്ക്കാൻ ഇല്ലാത്ത ഇടങ്ങളൊന്നുമില്ല. സാഹിത്യരംഗത്തായാലും സാമൂഹ്യ രംഗത്തായാലും എഴുത്തിൻ്റെ രംഗത്തായാലും പ്രക്ഷോഭ രംഗത്തായാലും അദ്ദേഹം നല്ലൊരു പ്രക്ഷോഭകാരിയായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പവൻ സാർ തൃശ്ശൂരിലുള്ളപ്പോൾ നിരവധി പ്രതിരോധ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഇടപെടുകയും അക്കാദമിയിൽ തന്നെ ഒരു വർഷം അക്കാദമിയിൽ എഴുത്തിനെഴുതുന്ന ഒരു പരിപാടി നടന്നപ്പോൾ അതിൻ്റെ ശക്തമായ പ്രതിഷേധ പരിപാടികളും ധർണയടക്കമുള്ള പ്രകടനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നുള്ള കാര്യം നമുക്കറിയാം. അത് നിരവധി കാര്യങ്ങൾ അതൊന്നും ഞാനിവിടെ സൂചിപ്പിക്കുന്നില്ല. അത് ബന്ധപ്പെട്ട വ്യക്തികളിവിടെ സംസാരിക്കുമെന്നതുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ പവന സാറിൻ്റെ 100-ാം ജന്മവാർഷികം ഇവിടെ കൊണ്ടാടുമ്പോൾ അതിൽ അധ്യക്ഷത വഹിക്കുന്നത് കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഗംഗമാഷാണ്. പ്രസ്ഥാനത്തെ അതിൻ്റെ ശരിയായ ദിശാബോധത്തോടെ നയിച്ചു കൊണ്ടുപോകുന്നതിലും മാർഗനിർദ്ദേശം നൽകുന്നതും എന്നും മുന്നിട്ട് നിൽക്കുന്ന ഗംഗമാഷെ ഔപചാരികമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കേറെ പ്രിയപ്പെട്ട രവീന്ദ്രൻ മാഷാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേരള യുക്തിവാദി സംഘത്തിൻ്റെ 2ാമത്തെ പ്രോഗ്രാമിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് ഈ അക്കാദമി അങ്കണത്തിൽ തന്നെ വെച്ച് നടന്ന വൈശാഖ മാഷക്ക് കോവർ ട്രസ്റ്റ് അവാർഡ് കൊടുക്കുന്ന സമ്മേളനം അദ്ദേഹമായിരുന്നു നിർവഹിച്ചതെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തോന്നണം. 2ാമത്തെ പരിപാടി, നിരവധി പരിപാടികൾ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും മറ്റു പല അസൗകര്യം മൂലം അദ്ദേഹത്തിന് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും അദ്ദേഹം നമ്മളെ ക്ഷണം സ്വീകരിച്ചു, ഇന്നിവിടെ എത്തിയിരിക്കുകയാണ്. രവീന്ദ്രൻ മാഷെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഏറെ ശോഭിക്കപ്പെട്ട ഒരു മഹൽ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം, പൊതുവിദ്യാഭ്യാസ രംഗത്ത് സജീവമായ മുന്നേറ്റം. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന വിദ്യാലയങ്ങളെല്ലാം പൊളിച്ചു മാറ്റി നല്ല രീതിയിൽ ആധുനിക രീതിയിൽ കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളോടെയും
വിദ്യാഭ്യാസം ഒരുക്കുന്നതിൽ രവീന്ദ്രൻ മാഷുടെ കാലഘട്ടം ഏറെ എടുത്തു പറയേണ്ടതാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്ത് വിദ്യാഭ്യാസ രംഗം തന്നെ മതവൽക്കരിക്കുകയും മറ്റ് ഒരിക്കലും പാടില്ലാത്ത രീതിയിൽ ചരിത്രത്തെ വരെ വക്രീകരിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ രവീന്ദ്രൻ മാഷ പോലുള്ളവരായിരുന്നു ഈ സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല, കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ രീതിയൊന്നും ഉണ്ടാകില്ല എന്ന് നമുക്കെല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. നമുക്കറിയാം, നമ്മൾ വിചാരിക്കാത്ത സമയത്താണ് മന്ത്രിസഭാ യോഗം പോലെ അറിയാതെ ഏതോ ഒരു കോണിൽ നിന്നുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഒപ്പുവയ്ക്കുന്ന PMC ഒപ്പുവയ്ക്കുന്ന പരിപാടിയൊക്കെ നടന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. തികച്ചും ഞങ്ങളത് വീണ്ടും വീണ്ടും പറയുകയാണ്, രവീന്ദ്രൻ മാഷുള്ള കാലഘട്ടമായിരുന്നെങ്കിൽ ഈ വർഗീയ ശക്തികൾക്കൊന്നും കേരളത്തിൽ കടന്നു കയറാനുള്ള ഒരു അവസരം ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. രവീന്ദ്രൻ മാഷെ ഏറ്റവും സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രബന്ധ മത്സരം നടത്തിയിരുന്നു. ആ പ്രബന്ധ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്നത് കാലടി യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറും ഇപ്പോൾ കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റുമായിട്ടുള്ള ഡോക്ടർ ധർമ്മരാജ് അടാട്ടാണ്. നല്ലൊരു ചിന്തകനും എഴുത്തുകാരും എന്നതിലുപരി കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ സജീവ സാന്നിധ്യവും കേരള യുക്തിവാദി സംഘത്തിൻ്റെ സഹയാത്രികരുമാണ് അടാട് സാറ്. അടാട് സാറെ ഏറ്റവും സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിരവധി പ്രഭാഷണങ്ങളുണ്ട്. മുഖ്യ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ അഡ്വക്കേറ്റ് KP രാജേന്ദ്രൻ അവർകളാണ്. അദ്ദേഹം മുൻ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം ഏറെ വൈകാതെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എറണാകുളത്തൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. യുക്തിവാദി സംഘത്തിൻ്റെ എല്ലാ പരിപാടികളിലും സജീവ സാന്നിധ്യമാണ് രാജേന്ദ്രേട്ടൻ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. രാവിലെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ PV കൃഷ്ണൻ നായർ ഈ അക്കാദമിയുടെ സെക്രട്ടേറിയറ്റ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മദേശം കാസർഗോഡാണെങ്കിലും പവന സാറിനെ പോലെ അദ്ദേഹം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൻ്റെ നിറസാന്നിധ്യം എന്ന് തന്നെ വേണമെങ്കിൽ കൃഷ്ണനായർ സാറെ നമുക്ക് പറയാം. കൃഷ്ണനായർ സാറ് പങ്കെടുക്കാത്ത ഒരു പരിപാടിയും തൃശ്ശൂർ ഇപ്പം നടക്കുന്നില്ല എന്ന് ഏറെ സന്തോഷത്തോടെ പറയുകയാണ്. അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി, കേരള സംഗീതാട അക്കാദമി സെക്രട്ടറി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രലിൻ്റെ ഡീൻ, അതുപോലെ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഉപദേശ സമിതി അംഗങ്ങൾ, നിരവധി സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട കൃഷ്ണൻ നായർ സാറെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എഴുത്തുകാരനും പത്രപ്രവർത്തകനായ MP സുരേന്ദ്ര സാർ, അദ്ദേഹം ഇവിടെ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അല്പം വൈകിയാണെങ്കിലും എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 1951 അദ്ദേഹം മാതൃഭൂമി ദിനപത്രത്തിൽ ചേരുന്നത്. വിവിധ യൂണിറ്റുകളിൽ ന്യൂസ് എഡിറ്ററായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. തൃശ്ശൂരിലും മാതൃഭൂമിയിൽ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്ററായിട്ടും പ്രവർത്തിച്ചു. നല്ലൊരു എഴുത്തുകാരനാണ്. കേസരി പുരസ്കാരമടക്കമുള്ള നിരവധി പുരസ്കാരം അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. നേരത്തെ കൃഷ്ണനായർ സാറെ പോലെ തന്നെ MP സുരേന്ദ്ര സാറും തൃശ്ശൂരിലെ എല്ലാ സാംസ്കാരിക സാഹിത്യ പരിപാടികളിലും നിറസാന്നിധ്യമാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. കവിയും പ്രഭാഷണമായിട്ടുള്ള ഗോപീഷൻ ഏതാനും സമയത്തിനുള്ളിൽ എത്തിച്ചേരും. ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ഗ്രന്ഥരചനയും പ്രഭാഷണവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹൽ വ്യക്തിയാണ് ഗോപീഷൻ. നല്ലൊരു കവിയാണ്. അദ്ദേഹം ഇവിടെ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസിലെ ജീവനക്കാരനാണ്. പൊതുരംഗത്ത് സജീവമായിട്ടുള്ള PN ഗോപീഷൻ അവർക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടർ CP അബൂബക്കർ, അദ്ദേഹം ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയാണ്. പൊതുരംഗത്ത് സജീവ സാന്നിധ്യമായ അബൂബക്കർ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CP ശ്രീരേഖ പവന സാറിൻ്റെ മകളാണ്. നല്ലൊരു എഴുത്തുകാരിയാണ്, കവിയാണ്. ഈ പരിപാടിയിൽ നമുക്ക് എല്ലാവിധ സഹായങ്ങളും സാന്നിധ്യം കൊണ്ടും ധന്യമാക്കി തരുന്ന ശ്രീമതി ശ്രീരേഖ അവരെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് അനിൽകുമാർ നമ്മുടെ സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. കേരള ബാർ കൗൺസിലിൻ്റെ ചെയർമാനായി പ്രവർത്തിച്ചിരുന്നു. നല്ല പ്രഭാഷകനാണ്. ഏറ്റവും സ്നേഹത്തോടെ അദ്ദേഹത്തെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. E.D. ഡേവിസ്, അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ വ്യത്യസ്ത രീതിയിലുള്ളത് എഴുതിയിട്ടുണ്ട്. സാഹിത്യ അക്കാദമിയുടെ പബ്ലിക്കേഷൻ മാനേജറായിരുന്നു. കേരള യുക്തിവാദി സംഘത്തിൻ്റെ സഹയാത്രികനാണ്. യുക്തിരേഖയുടെ എഴുത്തുകാരനാണ്. ഏറ്റവും സ്നേഹത്തോടെ ശ്രീ ഡേവിസിനെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ലിബിൻ CS
ഏതാനും സമയത്തിൽ ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട്. ലിബിനെ സ്വാഗതം ചെയ്യുന്നു. ന്യൂസ് ഹിൽ എന്ന ഈ മാസികയുടെ എഡിറ്ററാണ്. സ്ത്രീകൾക്ക് ഏറ്റവും അഭിമാനത്തോടെ പറയാവുന്ന പേരാണ് ലിബിൻ CS. നമുക്കറിയാം ശബരിമല സ്ത്രീ പ്രവേശന സമയത്തൊക്കെ മുൻനിരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച മഹൽ വനിതയാണ് ലിബിൻ. കൂടുതൽ ഞാൻ ലിബിനെ പറ്റി പറയുന്നത് ലിബിൻ തന്നെ അവിടെ വിസ്തരിക്കുമെന്നുള്ളത് കൊണ്ട് കാര്യത്തിലേക്ക് കടക്കുന്നില്ല. ഏറെ സ്നേഹത്തോടെ ലിബിനെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പൂനം റഹീം തൃശ്ശൂരുകാരൻ തന്നെയാണ്. പവന സാറ് ഗോപികൃഷ്ണൻ പ്ലീസ്. നമ്മുടെ ഗോപികൃഷ്ണനോട് എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പൂനം റഹീം നേരത്തെ സൂചിപ്പിച്ച പോലെ നിരവധി പ്രക്ഷോഭ പരിപാടികളിൽ പവന സാർ ഇവിടെ ഇടപെട്ടിട്ടുണ്ട്. അതിലൊക്കെ പവന സാറിനോടൊപ്പം വലങ്കൈയായിട്ട് നിന്ന് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് പൂനം റഹീം. കേരളീയ പൊതുമണ്ഡലവും പവൻ എന്ന പ്രക്ഷോഭകാരി എന്ന വിഷയത്തിലാണ് പൂനം റഹീം പ്രഭാഷണം നടത്തുന്നത്. ഏറ്റവും സ്നേഹത്തോടെ പൂനം റഹീമിനെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇരിങ്ങൽ കൃഷ്ണമാഷാണ് കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. പവനനും യുക്തിരേഖയും എന്ന വിഷയത്തിലാണ് അദ്ദേഹം ഇവിടെ പ്രഭാഷണം നടത്തേണ്ടത്. പക്ഷേ നമുക്ക് ഈ പരിപാടിയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിക്കാതെ വന്നിരിക്കുകയാണ്. ഇന്നലെ ആൾ വന്നിരുന്നു. ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി അദ്ദേഹം തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. അതിന് പകരമായി യുക്തിരേഖയുടെ മുൻ മാനേജിംഗ് എഡിറ്ററായിട്ടുള്ള ധനുവച്ചറം സുകുമാരനായിരിക്കും ആ വിഷയം അവതരിപ്പിക്കുക. നമുക്കറിയാം കേരള യുക്തിവാദി സംഘത്തിൻ്റെ മുഖമാസികയായ യുക്തിരേഖ 42ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ദീർഘകാലം യുക്തിരേഖയുടെ സീനിയർ എഡിറ്ററായിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു പവന എന്ന് കൂടി കാര്യത്തിൽ സൂചിപ്പിക്കുകയാണ്. അത് ഈ പരിപാടി വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്ന ധനുവച്ചറം സുകുമാരനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് രാജഗോപാൽ വാഗ്ദാനം നല്ല പ്രഭാഷകനും വാഗ്മിയുമാണ്. കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. യുക്തിവാദി സംഘത്തെ സംബന്ധിച്ചോളം ഏറെ അഭിമാനമുള്ള ഒരു വ്യക്തി കൂടിയാണ് രാജഗോപാൽ വാഗ്ദാനം. അദ്ദേഹം ഇവിടെ പവൻ്റെ നിലപാടുകൾ നമുക്കറിയാം. പവന സാറ് വ്യത്യസ്ത നിലപാടുകൾ പുലർത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളെക്കുറിച്ചാണ് രാജഗോപാൽ സംസാരിക്കുക. ഏറ്റവും സ്നേഹത്തോടെ അഡ്വക്കേറ്റ് രാജഗോപാൽ വാഗ്ദാനത്തിന് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പവൻ്റെ രാഷ്ട്രീയം എന്ന വിഷയം സംസാരിക്കേണ്ടത് അഡ്വക്കേറ്റ് KD ഉഷയാണ്. കുടുംബസംബന്ധമായ ഒരു ബുദ്ധിമുട്ട് നേരിട്ടതുകൊണ്ട് അവർ സ്ഥലത്തില്ല, എത്തില്ല എന്നാണ് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഈ ചടങ്ങിന് നന്ദി പ്രസംഗം നടത്തുന്നത് സിന്ധുരാജ് ചാമ്പർപറമ്പിലാണ്. കേരള യുക്തിവാദി സംഘത്തിൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി, പരിപാടിയെ കോർഡിനേറ്ററും കൂടിയാണ്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാർവതി ചേച്ചിയും ഇതിൻ്റെ മുൻനിരയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പവൻ്റെ ഒരുപാട് കാലം പവനെ ശുശ്രൂഷിച്ച ഓമന ചേച്ചി, ഇവരെല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സംഘം പ്രവർത്തകരെയും പവൻ സാറിൻ്റെ സുഹൃത്തുക്കളെയും മറ്റ് സുഹൃത്തുക്കളെ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായി നമ്മുടെ ഗംഗൻ അഴീക്കോട് അവർകളെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വേണ്ടപ്പെട്ടവരെ, കേരളത്തിൻ്റെ നൈതികവും ധാർമ്മികവുമായിട്ടുള്ള ഉണർവുകൾക്ക് പുതിയ ആകാശവും പുതിയ ഭൂമിയും നൽകിയ മഹത്തായ മനുഷ്യ സ്നേഹികളിൽ വർഗസമരത്തിൻ്റെ കൊടി പിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റാവുകയും അതോടൊപ്പം യുക്തിവാദി ആവുകയും യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി മാറിയ ശ്രീ പവനൻ്റെ ജന്മശതാബ്ദിയുടെ സമാപനമാണ് ഇന്ന് മറ്റൊരു ദിവസം കൂടിയാണ്. കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന് മുഖക്കുറിപ്പെഴുതിയ നിങ്ങളുടെ നാട്ടുകാരനായ ശ്രീ MC ജോസഫിൻ്റെ സ്മരണ ദിനമാണ് ഇന്ന്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വർണ്ണക്കുട പിടിച്ചിട്ട് സമൂഹത്തിൽ തിരിച്ചു വരുമ്പോൾ എന്നും പ്രതിഷേധത്തിൻ്റെ ആൾരൂപമായിരുന്നു ശ്രീ പവനൻ. അദ്ദേഹം നല്ലൊരു സാഹിത്യകാരൻ. അദ്ദേഹത്തിൻ്റെ സാഹിത്യ
പാടവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥ, അനുഭവങ്ങളുടെ സംഗീതം ഒരാവർത്തിച്ച് വായിച്ചാൽ മതി. ഒരു പ്രക്ഷോഭകാരിയായിരുന്നു. ഗുരുവായൂർ അമ്പല നടയിൽ സ്വർണം പൂശുന്നതിന് എതിരെ ആ തുക ലക്ഷം വീട് പദ്ധതിക്ക് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തുകയും ഏകദേശം 400ഓളം വളണ്ടിയർമാരുണ്ടായിരുന്നു. അന്നൊരു അധ്യാപക വിദ്യാർത്ഥിയായ ഞാനും അതിൽ പങ്കെടുത്ത ഒരു യുവാവായിരുന്നു. ഉയർന്ന ചിന്ത, ഉറച്ച നട്ടെല്ല്, കരുത്തുറ്റ കൈകൾ സ്വായത്തമാക്കിയ ഒരു സമൂഹത്തിൻ്റെ പിറവിക്കു വേണ്ടിയാണ് പവനൻ ജീവിതാവസാനം വരെ പടപൊരുതിയത്. മാനവികതയ്ക്ക് താളമുണ്ട്, ലയമുണ്ട്. സമൂഹത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് അത്. ഉപരിവർഗത്തിൻ്റെ ബലാത്കാരത്തിൽപ്പെട്ട് മാനുഷിക മൂല്യങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യനിലും അവൻ്റെ മാറ്റത്തിലും വിശ്വസിക്കുന്ന ഒരു തലമുറയെ വാർത്ത് എടുക്കാൻ വലിയ ശ്രമം കേരളത്തിലും നടത്തേണ്ടുന്ന ഒരു അവസ്ഥയാണിന്ന്. ഭൂതകാലത്തിൻ്റെ ഇരുണ്ട ഗുഹയിലേക്ക് കേരളം നടന്നു നീങ്ങുകയാണ്. നമ്മളൊക്കെ ഏറെ പ്രതീക്ഷയോട് കൂടിയിട്ട് നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് കേരളീയ സമൂഹത്തിൽ വളർന്നു വന്ന ദേശീയ പ്രസ്ഥാനവും അതിനുശേഷം വന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനവും, ആ തൊഴിലാളി വർഗ പ്രസ്ഥാനം നെല്ലിൻ ചുവട്ടിൽ മുളക്കുന്ന കാട്ടുപുല്ല് പോലെയായ സാധു പുലയനെയും പറയനെയും അവകാശ സമരത്തിൻ്റെ പോരാട്ട വീതിയിലേക്ക് നയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒക്കെ തന്നെ നമ്മളൊക്കെ പ്രതീക്ഷയോടുകൂടി കണ്ട മറ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനം അവരുടെ കവചകുണ്ടലങ്ങൾ ദാനം ചെയ്ത് വലതുപക്ഷത്തിൻ്റെ ചിഹ്നങ്ങൾക്ക് വേണ്ടിയിട്ട് അടുത്ത കാലത്തായി കേരളത്തിൽ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. വളരെ പരിതാപകരമാണ് അവസ്ഥ. അവിടെ ചോദ്യം ചെയ്യാൻ ഭയക്കാതിരിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള പരിശ്രമത്തിൽ സാംസ്കാരിക പ്രസ്ഥാനത്തിന് വലിയ പങ്കുണ്ട്. അതിൽ കേരള യുക്തിവാദി സംഘം, കേരള ശാസ്ത്രസാഹിത്യ പരിഷത്ത് പോലുള്ള സംഘടനകൾ തീർച്ചയായിട്ടും അതിൻ്റെ പങ്ക് നിർവഹിക്കുന്നു എന്ന് കേരളീയ സമൂഹത്തിൻ്റെ സമകാലീന സാംസ്കാരിക ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ഒരുപാട് ആളുകൾ ഇവിടെ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ചുരുക്കം വാക്കുകൾ ഞാൻ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കും. മാനുഷിക മൂല്യങ്ങളുടെ മഴവില്ലായിരുന്നു പവനൻ. മഴവില്ലിൻ്റെ സൗന്ദര്യം അതിൻ്റെ വർണ്ണങ്ങളാണ്. വർണ്ണരഹിതമായിട്ടുള്ള വൈവിധ്യമാണ്. വർണ്ണരഹിതമായിട്ടുള്ള പ്രകാശം ഒരു പ്രസത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ വൈവിധ്യമാണ് നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെ പ്രഭ ചൊരിയുന്നത്. അതുപോലെ സർവതല സ്പർശിയായ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തൻ്റേതായ വ്യക്തിത്വം കേരളീയ സമൂഹത്തിന് നൽകിയ പവനൻ്റെ ചിന്താധാരയാണ് ഇവിടെ ഓരോരോ വ്യക്തിത്വങ്ങളും നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യുക. ഫാസിസം അതിൻ്റെ ജനാധിപത്യപരമായ മുഖം മൂടി അഴിച്ചു വച്ചിട്ട് ഇന്ന് ആളുകളെ തേടിയിറങ്ങിയിരിക്കുകയാണ്. യുക്തിബോധവും ശാസ്ത്രചിന്തയുമുള്ള ആളുകളെയാണ് അവർ തേടിപ്പിടിക്കുന്നത്. ഇന്ന് വിദ്യാഭ്യാസത്തിൽ അവർ കയറിക്കൂടുന്നത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇന്ത്യ കാവ്യവൽക്കരണമെന്നുള്ള ദുരുദ്ദേശത്തിൻ്റെ ഭാഗമാണ്. അരയിൽ ഒളിപ്പിച്ച തോക്കുമായി റോന്തു ചുറ്റുന്ന ഫാസിസ്റ്റ് ഭീകരതയെ തിരിച്ചറിയുകയും പ്രതിരോധ കവചങ്ങൾ തീർക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ജീവിതം ജീവിതാഭാസമായി മാറും. സച്ചിദാനന്ദൻ മാഷൊരു കവിതയിൽ പറഞ്ഞതുപോലെ പാണൻ്റെ കുലമറ്റ് കഴിഞ്ഞാൽ പാട്ട് പിന്നെ ആര് പാടുമെന്നുള്ള ചോദ്യം നമ്മൾ ഓരോരാളും
സ്വയം ചോദിക്കണം. അതുകൊണ്ട് ഉൽപ്പതിഷ്ണുക്കളായ യുവജനങ്ങൾ പല കള്ളികളിലായി തിരിഞ്ഞിരിക്കുകയാണ്. അറുപിന്തിരിപ്പൻ പ്രസ്ഥാനങ്ങളിൽ പോലും അവർ അകപ്പെട്ടിട്ടുണ്ട്. അവരെയൊക്കെ മനുഷ്യത്വവൽക്കരിക്കുന്നതിൽ പവനൻ്റെ ചിന്തകൾക്കൊരു പങ്കുണ്ട്. മനുഷ്യ സ്നേഹത്തിൻ്റെ പുതിയ ധാർമ്മിക സമസ്യ പൂരിപ്പിക്കാൻ പവനൻ്റെ ചിന്തകൾക്ക് സാധിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് സമൂഹത്തിൽ നിധി നിറഞ്ഞ ലോകവും സത്യവാഹാരത്തെ പോലെ പ്രധാനമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ പവൻ്റെ ജന്മശതാബ്ദിയുടെ ഉദ്ഘാടനത്തിനായി നമുക്കേവർക്കും പ്രിയങ്കരനായിട്ടുള്ള സഖാവ് സി രവീന്ദ്രനാഥിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.